ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ബിഗ് ബോസ് താരം ബ്ലെസ്ലിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ടെലഗ്രാം വഴി ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്ത പണം ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്തേക്ക് കടത്തിയെന്ന കേസിലായിരുന്നു അറസ്റ്റ്. ബ്ലെസ്ലിയുടെ കസ്റ്റഡി കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. കാക്കൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് ബ്ലെസ്ലി. ടെലിഗ്രാം വഴി ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്ത പണം ക്രിപ്റ്റോ കറൻസികളാക്കി വിദേശത്ത് എത്തിച്ചതാണ് ബ്ലെസ്ലിക്കെതിരായ കണ്ടെത്തൽ. കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിലെ മുഖ്യ കണ്ണികളിൽ ഒരാളാണ് ബ്ലെസ്ലി എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുമാണ് ബ്ലെസ്ലിയെ അറസ്റ്റ് ചെയ്തത്. നടന്നത് വലിയ തട്ടിപ്പാണെന്നാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. കോടഞ്ചേരി, താമരശ്ശേരി പരിധിയിലും സമാന തട്ടിപ്പ് കേസുകൾ നടന്നിട്ടുണ്ടെന്ന് പരാതി ലഭിച്ചിട്ടുണ്ട്. ജൂണിലാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത്. ബിഗ് ബോസ് താരങ്ങൾ വിവാദത്തിൽ അകപ്പെടുന്ന കാഴ്ച ആദ്യമല്ല. പക്ഷേ കോടികളുടെ വെട്ടിപ്പിൽപ്പെടുന്ന കാഴ്ച ഒരുപക്ഷെ ഇതാദ്യമായിരിക്കും. ബിഗ് ബോസിലെത്തി ഏറെ ആരാധകരെ നേടിയ ആളാണ് ബ്ലെസ്ലി. ബിഗ് ബോസിന് മുന്നേ ബിച്ചാക്ക എന്ന പേരിൽ ബ്ലെസ്ലി ആരാധകരെ നേടിയിരുന്നു. ഡിലിജന്റ് ബ്ലെസ്ലി എന്ന താരം ബിഗ് ബോസിലെ സമ്പൂർണ്ണ എൻ്റർടൈനറായിരുന്നു. 30 വയസ്സുകാരൻ ഇക്കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിൻ്റെ പിടിയിലാകുമ്പോൾ എവിടെയാണ് ഇദ്ദേഹത്തിന് പിഴച്ചത്? പണത്തിനോടുള്ള അത്യാർത്തിയാണോ ഇങ്ങനെ അഴിക്കുള്ളിലാക്കിയതെന്നാണ് ഉയർന്ന ചോദ്യങ്ങൾ. ബിഗ് ബോസിന് ശേഷം മത്സരാർത്ഥികളുമായി അടുത്ത ബന്ധമൊന്നും താരത്തിനുണ്ടായിരുന്നില്ല. പൊതുവെ ശാന്ത സ്വഭാവക്കാരനും എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ആക്റ്റീവുമായ ബ്ലെസ്ലി മിക്കപ്പോഴും വൈറൽ വീഡിയോസിൽ നിറയുന്ന ആളുകൂടിയാണ്. ചൈനയിൽ ജനിക്കാൻ ആഗ്രഹിച്ച എന്നാൽ 10 വർഷം കഴിഞ്ഞാൽ ചൈനയിലായിരിക്കും താനെന്ന് വ്യക്തമായി പറഞ്ഞ ബ്ലെസ്ലി പണം തന്നെ ലിമിറ്റ് ചെയ്തിരുന്നുവെന്ന് വിശ്വസിക്കുന്ന ആളുകൂടിയാണ്. പലതിലും പൈസയാണ് എന്നെ ലിമിറ്റ് ചെയ്തിരുന്നതെന്ന് പിന്നീട് മനസ്സിലായി എന്ന് ഈ അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലും ബ്ലെസ്ലി പറഞ്ഞിരുന്നു. ഓൺലൈൻ പണം തട്ടിപ്പ് കേസിൽ 30കാരന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. സംഭവത്തിന് പിന്നിൽ 8 പ്രതികളുണ്ടെന്നും ഇതിൽ 2 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ടെന്നുമുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവരുന്നത്. ഉപ്പയുടെ മരണത്തോടെ ഏറെ തകർന്നുപോയ ബ്ലെസ്ലി ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞ ജീവിതകഥ ആരാധകരുടെ അനുകമ്പ പിടിച്ചുപറ്റിയതായിരുന്നു. ബിഗ് ബോസിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഏഷ്യ മുഴുവൻ അറിയപ്പെടുന്ന ആളായി മാറിയേനെന്ന് വിശ്വസിക്കുന്ന ബ്ലെസ്ലിയുടെ ഇൻസ്റ്റയിൽ സൂചിപ്പിക്കുന്നത് സത്യം പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന ഭയമാണ്. പോലീസ് പിടിയിലായെങ്കിലും ബ്ലെസ്ലിയുടെ കുടുംബം ഇതുവരെയും മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. റീൽസും പാട്ടും വഴി ഫേമസ് ആകാൻ ആഗ്രഹിച്ച ആൾ തട്ടിപ്പ് കേസിൽ പിടിയിലാകുന്നതോടെ എന്താകും ഇയാൾക്ക് പറയാനുള്ളതെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്.